ഇന്ന് നമ്മൾ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. നമ്മുടെ സ്കിന്ന് നല്ല നിറം വെക്കാനും മുഖത്തെ ചുളിവുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് മുഖത്തെ വെയിലേറ്റ കരിവാളിപ്പ് മാറാനായിട്ട് സ്കിന്നിൽ എക്സായിട്ടുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്ന് നമ്മൾ സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ക്ലിയർ അതുപോലെ ഗ്ലോവിങ് ആയിട്ട് നല്ല ഹെൽത്തിയർ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു DIY. അപ്പോൾ ഈ ഒരു DIYക്ക് ഒരു പ്രധാനപ്പെട്ട വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് നമുക്ക് ഹെയർ കെയറിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഹെയർ കെയറിൽ കാണിക്കുന്നില്ല, വേറെ ഒന്നല്ല, നമുക്കറിയാമല്ലോ മഴക്കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിച്ചൊന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. പക്ഷെ ഞാനത് എടുത്തിട്ട് ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസുഖമൊക്കെ മാറുകയാണെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല, തണുപ്പടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അസുഖം വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹെയർ ജെല്ലായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. മുടി നല്ല സിൽക്കി ഷൈനിയൊക്കെ ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൽ കാണിക്കുന്ന രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 5-6 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് എടുത്തേക്കണത്. നമുക്കിപ്പോൾ ചെമ്പരത്തിപ്പൂ ഇപ്പോൾ തലേ ദിവസം വാടി താഴെ വീട്ടുണ്ടാവില്ല, അതാണെങ്കിലും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എന്താ പറയുക, അതിൽ പുഴു കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിൽ കണ്ടതാണ്, അതായത് എന്തോ ഒരു വീഡിയോയിലാണ് കണ്ടത്. എന്താ പറയുക, എന്തോ സംഭവം തലയിൽ തേച്ചിട്ട് ചൊറിച്ചിൽ. ചിലപ്പോൾ ഈ തേക്കുന്ന സംഭവത്തിൽ എന്തെങ്കിലും ഇലയിൽ പൂവിലെ വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ആ പുഴു അരഞ്ഞിട്ട് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയുടെ ഇല, അതിലൊക്കെ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിലോട്ട് ഞാൻ അടുത്തത് ചേർക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികമൊന്നും ചേർത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ റോസ് വാട്ടർ നമുക്കറിയാം നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ്. നന്നായിട്ട് സ്കിന്നിൽ ഡേർട്ടായാലും എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അടുത്ത് ഞാൻ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത്രയൊന്നും വേണ്ട, ഞാനത് വാങ്ങിച്ചത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണം മതി കേട്ടോ. കാരണം നമ്മളൊരു 5-6 ചെമ്പരത്തിപ്പൂവല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരെണ്ണം മതി. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഐസ് ക്യൂബായിട്ട് ഫ്രീസറിൽ ഒരാഴ്ച വരെ സെറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യാൻ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് സൺബേൺ സൺടാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിത് യൂസ് ചെയ്യുമ്പോഴേക്ക് നല്ല രീതിയിൽ ആ ഒരു കരിവാളിപ്പൊക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത് ഞാൻ ഇതിലോട്ട് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഹെയറിലാണെങ്കിലും ഇപ്പോൾ വൈറ്റമിൻ ഇടുന്ന കൊണ്ട് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സംഭവം നമുക്ക് സ്കിന്നിനും ഹെയറിലും ഒരേപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ റോസ് വാട്ടർ ആണെങ്കിൽ പോലും നമ്മുടെ ഹെയറിലെ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കും റോസ് വാട്ടർ. അതേപോലെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് റോസ് വാട്ടർ കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. മുടി കൊഴിച്ചിൽ മാറും. നമ്മുടെ മുടിക്ക് എന്തെങ്കിലും എന്താ പറയുക, ഈ ഒരു തിന്നായി പോകുന്ന പ്രശ്നമില്ലേ, ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ മാറ്റാനൊക്കെ ഇത് സഹായിക്കുന്നത്. അത് ഓരോ മുടിയിഴകളും നല്ല ഹെൽത്തിയർ ആയിട്ട് വെക്കാനായിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. നമുക്ക് സ്കിന്നിനും ഹെയറിനും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അടുത്ത് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്, നമ്മളൊരു ജെല്ലാണ് പ്രിപ്പയർ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ജെൽ ടൈപ്പുള്ള സംഭവമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അലോവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. 2, 3, 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിലോട്ട് കുറച്ചിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, നല്ല ആഡ് ചെയ്തേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ട് ഞാനത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ്. അപ്പോൾ അരച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും നമ്മുടെ എന്താ പറയുക, ഹിബിസ്കസ് ജെൽ, അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ല്. കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഹെയറിൻ്റെ കാര്യം മനസ്സിലായല്ലോ. കാരണം നമുക്ക് മുടി നന്നായിട്ട് വളരാനും, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്, റഫായിട്ടിരിക്കുകയാണ്, മുടിക്ക് ഉള്ളില്ല, തിന്നായിപ്പോയി, മുടി കൊഴിയുന്നുണ്ട്, വളരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നത്തിന് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, തലയോട്ടിൽ മുടിയിഴലൊക്കെ അപ്ലൈ ചെയ്യുക, അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത്, അത്രയേ ഉള്ളൂ കേട്ടോ. സ്കിന്നിലെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇനി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് നല്ല രീതിയിൽ ആദ്യം വാഷ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതിൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ഒരു മസാജിങ് ആയിട്ടുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാം.
നമുക്ക് സ്കിന്നിലെ ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫേസിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു DIY നാച്ചുറൽ ആയിട്ടുള്ള സംഭവം നല്ല രീതിയിൽ ഫേസിലോട്ട് അബ്സോർബ് ആകാനായിട്ടും അതേപോലെ നല്ല നാച്ചുറലായിട്ടൊരു ഗ്ലോ കൊടുക്കാൻ നമ്മുടെ ഫേസിന് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫേസിലും വേറൊരു കാര്യമുണ്ട്, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസിൽ മാത്രം ചെയ്തിട്ട് നെക്കിൽ ചെയ്യാണ്ടിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ 2 സ്കിന്നിലും കളർ വ്യത്യാസം വരും. അപ്പോൾ അത് ഒത്തിരി ഒരു ബോറായിരിക്കും. ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ല, പക്ഷേ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫേസിൽ നല്ല കളർ ഉണ്ടാവും, ചിലപ്പോൾ നെക്കിൽ നല്ല കറുത്തായിരിക്കും ഇരിക്കണം, ചിലപ്പോൾ നെക്കിൽ നല്ല കളർ ഉണ്ടാവും, ഫേസ് കറുത്തായിരിക്കും ഇരിക്കണം. അപ്പോൾ ഇത് ഞാൻ കറുപ്പ് വെളുപ്പ് അങ്ങനെ ഉദ്ദേശിച്ച് പറയല്ല, പക്ഷെ ഒരു കരിവാളിപ്പ് പോലെ ഒരു സംഭവമില്ലേ അത്. അപ്പോൾ അതിനെന്തെങ്കിലും നമ്മളിങ്ങനെ തന്നെയല്ലേ പറയുക, കറുപ്പ് വെളുപ്പ് തന്നെയല്ലേ നോർമലായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഞാൻ എന്താ പറയുക, നമ്മൾ ഈ ഒരു കളറിസം എന്നുള്ള സംഭവം ആക്കുന്നില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ജനിക്കുമ്പോൾ ഒരു കളറുണ്ട്, ആ ഒരു കളറ് നല്ല രീതിയിൽ ഇത്തിരി എന്താ പറയുക ഒന്ന് ബ്രൈറ്റൺ ആക്കി എടുക്കുക. അതല്ലാതെ ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വെളുത്ത് പോകുമെന്നോ അല്ലെങ്കിൽ പാൽ കളറാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. എൻ്റെ ഒരു വീഡിയോയിലും എന്താ പറയുക ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല കളറിസം. ഇപ്പോൾ കറുത്തവരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഭംഗിയുണ്ട്, അവരുടെ സ്കിന്നിന് ഇത്തിരിയും കൂടി ഒന്ന് ബ്രൈറ്റൺ ചെയ്യുക, നല്ലൊരു ഗ്ലോ കൊടുക്കാനൊക്കെ നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള DIYയിലൂടെ സാധിക്കും. അത്രയേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഫേസ് ഒരുമാതിരി ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈക്ക് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ സ്കിന്നൊന്നും അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ആവും. അതായത് സ്കിന്നിലെ ഡെഡ് സെൽസും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആവും. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നാച്ചുറലായിട്ടൊരു ഗ്ലോ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഹോം റെമഡീസൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. ഡബിൾ ചിന്നുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ചിന്നൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനും ഇത് സഹായിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഡബിൾ ചിഹ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇങ്ങനെ ചെയ്യാം. അതേപോലെ കണ്ണിനടിയിലെ കറുപ്പ്, അതേപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ്, ചിലവർക്കുണ്ടല്ലോ നീണ്ട മൂക്കണമെന്ന്, അപ്പോൾ അതിനൊക്കെ ഷേപ്പിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഫേസിൽ മസാജിങ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, കാരണം എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് ഇപ്പോഴുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കാരണം നല്ല മാറ്റം എനിക്കുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് എന്താ പറയുക ഇതൊക്കെ വിശ്വസിക്കാണ്ടിരിക്കണത്. അപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേറെ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഞാനതൊക്കെ ചെയ്തപ്പോഴാണ് നല്ല മാറ്റം വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ നാച്ചുറലി കുറേ DIYസിൽ ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു DIY ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നൗറിഷ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്കാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കുന്ന ഫേസ് മാസ്കുകളും ഉണ്ട്. അപ്പോൾ ഏതൊരു ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്താലും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാറുണ്ട്, വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ലെന്നേ ഉള്ളൂ, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അറിയാമോ, ഫേസ് മസാജാണ് കേട്ടോ. നമ്മുടെ കഴുത്തിലെ ചുളിവുകൾ, അതേപോലെ നേരത്തെ പറഞ്ഞ ഡബിൾ ചിൻ കാര്യങ്ങളില്ലേ, അതൊക്കെ നന്നായിട്ട് മാറാനായിട്ട് നമ്മുടെ ഈ ഒരു മസാജ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുവേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സ്കിൻ കെയർ കാര്യം പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറയുകയാണ്. ഇപ്പം മഴക്കാലമാണ്, ഇപ്പം അങ്ങനെ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഡെയിലി മോർണിംഗ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ മുഖത്തെ വെയിലേറ്റ കരിവാളിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നാച്ചുറലായിട്ട് നമ്മളെല്ലാവരും പറയുമോ ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനെ കരിവാളിച്ചായിരിക്കണം. അപ്പോൾ ഇതിനുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ വെയിലേറ്റ കരിവാളിപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് നമ്മളൊരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നല്ല ക്ലിയറും നല്ല സൂപ്പറാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നാച്ചുറലായിട്ടുള്ള സംഭവം ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഫോളോ ചെയ്യണേ. ഏറ്റവും നല്ലത് ഇപ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, വില കൂടിയതുകൊണ്ട് വില കുറവുണ്ട്. പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ വില കുറഞ്ഞ 100 രൂപയുടെ 200 രൂപക്കുള്ളിലുള്ള പ്രൊഡക്ട്സൊക്കെയാണ് ആദ്യമൊക്കെ യൂസ് ചെയ്തത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ 200-300 ആയെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ടിലുള്ള പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക ടൈപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങോട്ട് വലിച്ചു വാരി വാങ്ങിച്ച് അവർ യൂസ് ചെയ്യണം ഇവർ യൂസ് ചെയ്യണമെന്നോ അങ്ങനെ വാങ്ങിക്കരുത്. എന്ത് സാധനമാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ചേരുമോ, നമ്മുടെ സ്കിന്നിലെ പ്രോബ്ലം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നാച്ചുറൽ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ഒന്നുകൊണ്ടും പ്രശ്നമില്ല. പക്ഷേ സെൻസിറ്റീവായിട്ടുള്ള അലർജറ്റിക് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർക്കൊക്കെ പെട്ടെന്ന്
മുഖത്ത് കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ചെമ്പരത്തി പൂവിനും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, കയ്യിൽ എവിടെയെങ്കിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മസാജൊക്കെ കഴിഞ്ഞു. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫേസ് വാഷ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര പരുപരുത്ത സ്കിന്നാണെങ്കിലും നല്ല സോഫ്റ്റ് ആവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ സ്കിൻ ഓൾറെഡി നല്ല സോഫ്റ്റാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഫേസിലിങ്ങനെ ട്രൈ ചെയ്ത് എൻ്റെ സ്കിൻ ഓൾറെഡി നല്ല രീതിയിൽ സോഫ്റ്റാണ്, നല്ല ക്ലിയറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. നല്ല ഗ്ലോയിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ചെമ്പരത്തില അപ്പുറം ഇപ്പുറം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുഖത്തെ ചുളിവുകളുടെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യാം. മുഖത്തെ ചുളിവുകൾ മാറും, പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറും, മുഖത്തെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറി നല്ല റിഫ്രഷിങ്ങും ഗ്ലോയിങ്ങും സപ്ലും ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തിയർ ആയിട്ടുള്ള സ്കിന്നായിരിക്കും. ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ട്രൈ ആവാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ കഴുകി കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കോട്ടോ, നല്ല സൂപ്പറായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഫേസ് വാഷ് ചെയ്തത്. നല്ല റിഫ്രഷിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.